സംവിധായകനായ ശ്രീ ഉണ്ണി പ്രണവം സാർ. നിറഞ്ഞ സ്നേഹത്തോടെ സാറിനെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ മികച്ച ഒരു ജൂറിയാണ് നമ്മുടെ ഈ പുരസ്കാരങ്ങളെല്ലാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തതായി ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആർക്കാണ് എന്ന് അറിയുവാനായിട്ട് എന്റെ കയ്യിൽ കാർഡ് ഇരിപ്പുണ്ട്. നമുക്കിപ്പോൾ അനൗൺസ് ചെയ്യാവുന്നതാണ്. എന്റെ മോളെ എവിടെ? എന്റെ മോളെ തിഞ്ഞു വരാൻ പറ. മോളെ ചക്കര പോലെ നീ ഇഞ്ഞു വാടി എന്റെ പൊന്നുപോളിഞ്ഞു. നല്ല സുന്ദരിയാണ് പൊന്നാരി മോളെ. ഓ എന്തുവാടി, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണം എങ്ങാനും എടുത്തു. എന്റെ പൊന്നു മോള് ദൈവത്തെ ഓർത്ത് ഈ അമ്മാവനെ ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. എല്ലാവരും സുഖമായിരിക്കണം വിശ്വസിക്കുന്നു. നമ്മൾ സുഖസുന്ദരായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പൊ ഞാൻ എന്നെ ഇതിൽ കടത്താൻ തോന്നും ഒരു യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പുറത്ത് രേണുണ്ട്, അപ്പുറത്ത് മീനുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ പോകുന്ന എവിടേക്കാന്ന് വെച്ചിട്ട് ചെന്നൈ സെൻട്രലിലോട്ടാണ്. അങ്ങോട്ട് പോകുന്ന വഴി അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഫസ്റ്റ് കാണാം. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയ ശേഷം കാണാം. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ പോകുമ്പോൾ ബാക്കി കാണാം. ഓക്കെ ഗായ്സ്. അങ്ങനെ നമ്മൾ ചെന്നൈ സെൻട്രലിലെത്തി. എന്താ പറയുക, സമയം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാബ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയത് കൊണ്ടും പിന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്തുകൊണ്ട് മുടിയൊക്കെ ഒന്ന് സെറ്റാവാനും കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. ഹെയർ മാത്രം എനിക്ക് ചില സമയത്ത് എത്ര സെറ്റ് ചെയ്താലും സെറ്റാവുന്ന കറക്റ്റായിട്ട് നിൽക്കത്തില്ല. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ വാരിക്കോരി കെട്ടി ഇനി നിന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ രേണുവും മീനും സഞ്ജുവും വരാമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ലീവ് ആയതുകൊണ്ട് തന്നെ വരാമെന്ന് പറഞ്ഞു നിർബന്ധിച്ച് അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് തന്നെയാണ് നമ്മുടെ ട്രെയിൻ, നമ്മുടെ സെക്കൻഡാണ്. അപ്പോൾ നമ്മുടെ ഇത് നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പേടിച്ചിട്ടാണ് പോവോ എന്നുള്ള ഇതിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രേണു എന്തോ പറഞ്ഞ് ചിരിക്കുകയാണെങ്കിലും അവൾക്ക് ഞാൻ അവിടുന്ന് ഇപ്പോൾ പോയി 2 ദിവസം കഴിഞ്ഞാൽ വരും, എന്നാൽ പോലും ഭയങ്കര വിഷമമാണ്. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി. അങ്ങനെ അപ്പം തന്നെ രേണുമ കോഫി വാങ്ങിച്ചാൽ അങ്ങനെ കോഫി വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ കോഫിയും തന്നു. അപ്പോഴേക്കും ട്രെയിൻ മൂവായിട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് ഏകദേശം തിരുവള്ളൂരിൻ്റെ ആ സൈഡ് എവിടെയോ ആയിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഒരു ഇതല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല മനോഹരമായി. ഇത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ ഐഫോൺ വന്ന ശേഷം ആദ്യത്തെ ഉള്ളതായതുകൊണ്ടാണ് ഞാനിത് ചുമ്മാ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ട്രെയിനിൻ്റെ ആ ഗ്ലാസ്സിലൊക്കെ നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ ട്രെയിൻ വരുന്നത് ട്രിവാൻഡ്രം, ഇത് ഫുള്ള് AC കോച്ചാണ്. ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് ഒന്നും ഇതിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, മറ്റേതിലൊക്കെ വെച്ചിട്ട് അത്യാവശ്യം റേറ്റും കൂടുതലാണ് ഈ ട്രെയിനിൽ. അപ്പോൾ ഞാൻ പോകുന്നത് എവിടേക്കാണെന്ന് ആ വീട്ടിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊല്ലത്തിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ 13NF എന്താ പറയുക ഷോർട്ട് ഫിലിം വന്നിട്ട് നമ്മുടെ കൗമുദി ആ പാൻ ഇന്ത്യ ഷോർട്ട് ഫിലിമിലോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. അതിൽ നമുക്ക് നമ്മുടെ ഇത് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നോമിനേഷൻ കിട്ടിയിട്ടുള്ളൂ, അവാർഡൊക്കെ കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവാർഡിനായിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഒത്തിരി പേര് ഞാൻ ലൈവിലൊക്കെ പറഞ്ഞപ്പോഴും എല്ലാവരും കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. പറഞ്ഞ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇത് ഒത്തിരി ആളുകൾക്ക് എത്തുകയും ഒത്തിരി നല്ല അഭിപ്രായങ്ങളും കിട്ടുകയും എല്ലാവരും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇന്നും എന്താ പറയുക, നല്ലൊരു മെസ്സേജായി ഒത്തിരി സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ 13NF ഷോർട്ട് ഫിലിം പോയിക്കൊണ്ടിരിക്കുന്നു. പലരും കണ്ടുകൊണ്ടിരിക്കുന്നു. മില്യൺ കണക്കിന് വ്യൂകൾ അതിലുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ തുടക്കം കുറിച്ചത് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും ഒത്തിരി അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്
നിമിഷം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എനിക്കൊരു 3 മണി ആ ഒരു സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല കറക്റ്റായിട്ട്. അതുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റപ്പോൾ ചുമ്മാ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ, നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം കേട്ടോ. ഈശ്വര പ്രാർത്ഥനയാണ്. എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. ക്യാമറയുടെ കണ്ണിന് മുന്നിൽ വിരിയുന്ന ഓരോ നിമിഷവും കാലത്തിന് മായ്ക്കാനാകാത്ത ഒരു ചരിത്രമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ശബ്ദങ്ങളും കാഴ്ചകളുമാണ് ഒരു സിനിമയെ പൂർണ്ണമാക്കുന്നത്. തിരശ്ശീലയ്ക്ക് പിന്നിലെ ആ കരുത്തുറ്റ പ്രതിഭകളെ ആണ് നമ്മൾ ഇന്നീ വേദിയിൽ ആദരിക്കുന്നത്. ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനും നടത്തുന്നതിനുമായി താങ്ങും തണലുമായി നിന്നത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരള കൗമുദിയാണ്. അറിവിന്റെയും വാർത്തകളുടെയും 114 വർഷങ്ങൾ കേരളത്തിലെ സാമൂഹിക ചരിത്രത്തിനോടൊപ്പം സഞ്ചരിച്ച കേരള കൗമുദി നിലാവെന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഡിസംബർ 10, 12 തീയതികളിൽ കൊല്ലം ഉണ്ടായി. 27 ഷോർട്ട് മൂവിയാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. ആ 27 സിനിമയും ഒന്നിനൊന്നിനും മികച്ചതായിരുന്നു. അത് ജഡ്ജിംഗ് പാനലിൽ ഇരുന്നത് നമ്മുടെ എല്ലാം ഏറ്റവും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശ്രീ ഉണ്ണി പ്രണവ്. ഈ ഒരു അവാർഡ് ഫെസ്റ്റിന് ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഇത്തരം ഒരു ഫെസ്റ്റിന് ഒരു നോമിനി എന്നുള്ളൊരു നിലയിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. യാദൃശ്ചിക പിൻസീറ്റിലിരുന്ന് എന്നെ ഇവിടേക്ക് ഇരുത്തി, അതും ഒരു കലാകാരി എന്നോണം എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ കരുതട്ടെ. എന്തൊക്കെയാണെങ്കിലും 100-ലധികം സിനിമകൾ ചെയ്തു. അതിനോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത വർക്കുകളിലെല്ലാം എല്ലാ അവാർഡ് ജേതാക്കൾക്കും എൻ്റെ ആശംസകൾ. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും വിളിച്ചതിനും ഇതിലേക്ക് ഒരു പങ്കാളി എന്നുള്ളൊരു നിലയിൽ എന്നെ ഉൾപ്പെടുത്തിയതിനും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഇതിനെ ചുക്കാൻ പിടിച്ച ശ്രീ സതീഷിന്, അദ്ദേഹത്തിനും എൻ്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു. എനിക്ക് മാത്രമല്ല, പ്രേമേന്ദ്രൻ സാറിന്റെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ ഷഹാസ് സാറിനെ സ്വാഗതം ചെയ്യാം. അടുത്തതായി പൊതുപ്രവർത്തന രംഗത്ത് തന്റെ കഴിവിനെ നമുക്ക് വളരെ നല്ല കൈയടികളോടെ തന്നെ നമുക്ക് അവാർഡീസിനെ എല്ലാം സ്വാഗതം ചെയ്യുകയും അവരെ ആദരിക്കുകയും ചെയ്യാം. അടുത്തതായി ശാന്തി ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ SP സുരേഷ് ബാബു സർ അറിയിക്കുവാനുള്ള ഒരു അവസരമാണിത്. ഇത്രയും നല്ല ഒരു പരിപാടി നമുക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്തതിനുള്ള സാറിന്റെ കഴിവിനെ ആദരിക്കുവാനുള്ള ഒരു അവസരമാണിത്. അടുത്തതായി നമ്മുടെ ജൂറി അംഗങ്ങളെ ആദരിക്കുന്ന സമയമാണ്. ചലച്ചിത്ര സംവിധായകനായ ശ്രീ ഉണ്ണി പ്രണവം സാർ. നിറഞ്ഞ സ്നേഹത്തോടെ സാറിനെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ മികച്ച ഒരു ജൂറിയാണ് നമ്മുടെ ഈ പുരസ്കാരങ്ങളെല്ലാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ചേച്ചിയൊക്കെ ഏഷ്യാനെറ്റിൽ എൻ്റെ പ്രോഗ്രാമിൽ തന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാനൊരു പെൺവേഷം കിട്ടിയിട്ട് തബലയൊക്കെ വെച്ചിട്ട് ചേച്ചിയായിട്ട് അല്ലേ ഒരു മണിക്കൂർ പ്രോഗ്രാം ചെയ്തായിരുന്നല്ലേ. അപ്പോൾ ചേച്ചി എത്തിയ സന്തോഷം. കീഴടക്കിയ ആ ചിത്രങ്ങളുടെ അണിയറയിൽ പ്രവർത്തിച്ചവരെ ആദരിക്കുന്ന ചടങ്ങാണിത്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ കാറ്റഗറി ഏതാണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാമോ? എല്ലാവർക്കും അത് അറിയാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ഈ അവാർഡ് നൈറ്റിലെ ആദ്യത്തെ കാറ്റഗറിയായ ബെസ്റ്റ് ഫിലിം എന്ന അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏകയായ മിസ്റ്റർ സിനൂബ് രാജ് സാറിനെയും സുഭാഷ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു. അവാർഡ് ഏറ്റുവാങ്ങുവാനായിട്ട് തീർച്ചയായും ഒരു സംവിധായകന്റെ മികവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്നവരുടെയും ഒരു ഏകോപനമാണ് മികച്ച ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ മികച്ച സ്വാഗതം ആശംസിച്ച സതീഷ് മുണ്ടക്കൽ പ്രോഗ്രാം ഡയറക്ടർ, മറ്റ് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായ കാലഘട്ടത്തിനനുസരിച്ച് കാലോചിതമായ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഷോർട്ട് ഫിലിം അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താറുണ്ട് നമ്മുടെ നാട്ടിൽ.
പൊതുവെ എന്ത് വിഷയങ്ങളെക്കുറിച്ച് മനുഷ്യന് ഒരു അവബോധം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എന്ന് സാധാരണ രാഷ്ട്രീയ ഭാഷയിലല്ല. പച്ചക്കറി കിട്ടിയിട്ടില്ല. തെറിയാൻ വിളിക്കും ആൾക്കാരൊന്നും ഇരിക്കുക. ഞാൻ കേറ്റി വെച്ചേക്കുവാ നല്ല ആഹാരത്തിന്റെ കാര്യം. പച്ചക്കറിയിലെ നിനക്ക് എന്തോ ഉത്തരവാദിത്തം ഇവിടെ? സാറിന് എന്തോ ഉത്തരവാദിത്തം ഉള്ളത്? ഞാൻ എന്തോ ഉത്തരവാദിത്തം കാണിച്ചു. ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞു ആറ് കുടുംബത്തിലെ അങ്ങോട്ട് പോയാൽ അവർ ഇതെല്ലാം പ്രകൃതി തന്നെ ഇല്ലയോ? അല്ല ഈ നെല്ലിത്തൈ തന്നെ വെക്കണം നിർബന്ധം എന്താ? നെല്ലിക്ക മാവിനെക്കാട്ടി നല്ല ടച്ചിങ്. ചെലവാത്തടിക്ക് ഞാൻ കേട്ടോ. എന്താ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഡീപ്രൈസ് വഴി മദ്യം കൊടുത്ത് ഞാനിപ്പോ ഓൺലൈൻ വഴി മദ്യം കൊടുക്കാം. അതിനോട് എനിക്ക് താല്പര്യമില്ല. എന്തിന്? ഓൺലൈൻ വഴി മദ്യം കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നല്ല കൈയ്യൊടി എന്താണ് കൂടി ഒന്ന് കൈയടിച്ചു കൊടുക്കും. പ്രോത്സാഹിപ്പിച്ചു കൊടുത്തിട്ട് ബന്ധം ഒഴിയാനാണ് തീരുമാനം. ഈ സഹോദരി അത് ഞാൻ നെക്ലേസ് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സ്വർണ്ണത്തിന് എന്താ വില എന്നറിയാമോ? അത് എവിടെ കൊണ്ടുപോയത്? എവിടെ കൊണ്ടുപോകാൻ? അത് ദൈവദോഷം കിട്ടത്തില്ല. എന്താ ദൈവദോഷം? കഷ്ടപ്പെട്ടില്ല പെൺകുച്ചിന് ഞാൻ ഈ സ്വർണ്ണം മേടിച്ചു. എന്നിട്ട് എന്റെ പൊന്നുമോളെ സ്വർണ്ണം ഞാൻ എടുത്തെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുവാണ്? പിന്നല്ലാതെ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്റെ മോളെവിടെ? എന്റെ മോളെടുത്ത് വരാൻ പറ. മുന്നേറി മോളെ, ചക്കര മോളെ, നീ ഇഞ്ഞു വാടി. എന്റെ പൊന്നുമോളിഞ്ഞു നല്ല സുന്ദരിയാണ്. പൊന്നാരി മോളെ, ഓ എന്തുവാടി, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണം എങ്ങാനും എടുത്തു. എന്റെ പൊന്നു മോള് ദൈവത്തെ ഓർത്ത് ഈ അമ്മാവനെ സോണ നായർ മൂവി തനിനിറം എന്ന ചിത്രത്തിന് വേണ്ടി സോന നായർ മാം ആണ് അവാർഡിന് അർഹയായിരിക്കുന്നത്. മാമിന് മൊമെന്റോയും പ്രശസ്തി പത്രവും നൽകാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റുകളെ സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയടിയോടെ തന്നെ നമുക്ക് സോന നായർ മാമിന് അവാർഡ് നൽകാവുന്നതാണ്. നോമിനേഷനിൽ വരികയും അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തത് ഒരുപാട് സന്തോഷം. മാമിൻ്റെ കയ്യിൽ നിന്ന് ഈ അവാർഡ് വാങ്ങിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ ഡയറക്ടർ സോനു, എൻ്റെ ഇന്നത്തെ ബെസ്റ്റ് ഹീറോ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ തനിനിറത്തിലെ ഹീറോയ്ക്കാണ്. പിന്നെ എൻ്റെ ബ്രദർ ജയനുമുണ്ട്. അപ്പോൾ അവർ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വിളിച്ചോട്ടെ എല്ലാവരും. തനിനിറത്തിൻ്റെ മത്സരം ഏറ്റവും ആനുകാലിക പ്രസക്തിയുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്തത്. അന്നും ഈ കഥയ്ക്ക് പ്രാധാന്യമുണ്ട്, ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാകാം. അത്തരത്തിലുള്ളൊരു കണ്ടന്റാണ് ഞങ്ങളുടെ ഈ ത്രെഡ്. എന്തായാലും കാണാത്ത ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആർക്കാണ് എന്ന് അറിയുവാനായിട്ട് എന്റെ കയ്യിൽ കാർഡ് ഇരിപ്പുണ്ട്. നമുക്കിപ്പോൾ അനൗൺസ് ചെയ്യാവുന്നതാണ്. നിർമ്മാതാവ് ദിയ എസ് നായർ ഉപഹാരം ഏറ്റുവാങ്ങുവാനായി വേദിയിലേക്ക് എത്തിച്ചേരുന്നു. അടുത്തതായിട്ട് മികച്ച സ്നേഹം അറിയിക്കാൻ സാധിക്കുന്നതാണ്. കേരള കൗമുദിയുടെ അനിൽ ആയൂർ സർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഒരു നാടൻ പാട്ട് കൂടി കേട്ടിട്ട് അപ്പോൾ എനിക്ക് എന്താ പറയുക, ഫസ്റ്റ് ടൈമിൽ എനിക്ക് പാടാൻ പറ്റിയില്ല. ഞാൻ മോളും കൂടെയാണ് പാടണമെന്ന് വിചാരിച്ചത്. എന്താന്ന് വെച്ചില്ല. നമ്പിക്ക് വടക്ക്